കൊടുങ്ങല്ലൂർ ഭഗവതിക്കാവിൽ പി ജയരാജൻ നടത്തിയ സന്ദർശനം എന്തിനായിരുന്നു എന്ന് ഇപ്പോഴും പലർക്കും അവ്യക്തമാണ്. കൊടുങ്ങല്ലൂരിനെ കേരളത്തിലെ ഹിന്ദുത്വ പരീക്ഷണശാലയെന്ന് വിശേഷിപ്പിക്കുന്നവരുണ്ട്. ഈ കൊടുങ്ങല്ലൂരിലെ പ്രധാനപ്പെട്ട ഒരു ഭഗവതിക്കാവ് സന്ദർശിക്കാൻ എന്തിനാണ് കമ്മ്യൂണിസ്റ്റുകാരനായ പി ജയരാജൻ എത്തിയത്? ഒരു പുസ്തകം എഴുതാനാണ് താൻ കൊടുങ്ങല്ലൂർ എത്തിയത് എന്നാണ് ജയരാജൻ പറയുന്നത്. തവിടുമുത്തിയുടെ ഭസ്മം വാങ്ങാനാണ് ജയരാജൻ വന്നതെന്നാണ് BJP പറയുന്നത്. യഥാർത്ഥത്തിൽ എന്തായിരുന്നു ജയരാജൻ്റെ ഉദ്ദേശ്യം? ഈ സന്ദർശനത്തെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ CPM എങ്ങനെ കാണുന്നു? പാർട്ടിയുടെ ബുദ്ധിജീവികൾ എങ്ങനെ കാണുന്നു? പരിശോധിക്കാം. കണ്ണൂരിൽ നിന്നുള്ള പാർട്ടി നേതാക്കളിൽ നിന്ന് ജയരാജനെ വ്യത്യസ്തനാക്കുന്ന ഒരു ഘടകമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ബൗദ്ധിക ജീവിതമാണ്. ജയരാജൻ ഒരിക്കലും ഒരു ടിപ്പിക്കൽ പാർട്ടി ബുദ്ധിജീവിയെ പോലെ സംസാരിക്കുന്നത് നാം കേൾക്കില്ല. MV ഗോവിന്ദനെ പോലെയോ P രാജീവിനെ പോലെയോ കടിച്ചാൽ പൊട്ടാത്ത വാക്യങ്ങളോ പ്രയോഗങ്ങളോ അദ്ദേഹം നടത്തില്ല. തികച്ചും ജൈവികമായ രീതിയിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് വളർന്നു വന്ന ഒരു പാർട്ടി ബുദ്ധിജീവിയാണ് ജയരാജൻ. അദ്ദേഹം മനസ്സിലാക്കുന്നത് പോലെ ജനങ്ങളെയും അവരുടെ ജീവിതത്തെയും മനസ്സിലാക്കുന്ന നേതാക്കളും ബുദ്ധിജീവികളും ഇന്ന് പാർട്ടിയിൽ നന്നേ കുറവാണ്. സമൂഹവുമായി ബന്ധം സ്ഥാപിക്കാതെ സിദ്ധാന്തങ്ങൾ നിർമ്മിക്കുന്ന പാർട്ടി ബുദ്ധിജീവികളുടെ കൂട്ടത്തിൽ ഏറെ വ്യത്യസ്തനാണ് P ജയരാജൻ. ഇക്കാരണത്താൽ തന്നെ അദ്ദേഹത്തെ ഒരു പാർട്ടി ബുദ്ധിജീവി എന്ന് വിളിക്കുന്നത് ജനങ്ങൾ ഒരു ആക്ഷേപമായേ കരുതൂ. ജനങ്ങൾക്കിടയിലെ പ്രവർത്തനങ്ങളിലൂടെ രൂപപ്പെട്ടതാണ് ജയരാജൻ്റെ ബൗദ്ധിക ജീവിതം. രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫീൽഡ് വർക്ക്. അത് പരസ്പരം വേറിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. പാർട്ടിയിൽ ജയരാജൻ ഒതുക്കപ്പെട്ടു എന്ന ആരോപണങ്ങൾ ഉയരുമ്പോഴും ജയരാജൻ അതൊന്നും ശ്രദ്ധിക്കാതെ ജനങ്ങളും പാർട്ടിയും തമ്മിൽ വളർന്നു വരുന്ന ഈ വിടവ് മനസ്സിലാക്കുന്ന ജോലികളിൽ മുഴുകുകയായിരുന്നു. ഇതിനകം തന്നെ അദ്ദേഹം ചില പുസ്തകങ്ങൾ എഴുതി കഴിഞ്ഞു. ഇനി പുറത്തു വരാൻ പോകുന്നത് സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന പുസ്തകമാണ്. ചിന്ത പബ്ലിഷേഴ്സാണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. പ്രൊഫസർ KN ഗണേഷാണ് പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ രചനയ്ക്കായി ജയരാജൻ കേരളത്തിലെമ്പാടും ക്ഷേത്രങ്ങളിലും കാവുകളിലുമെല്ലാം ഫീൽഡ് വർക്കുകൾ നടത്തി വരികയായിരുന്നു. പുതിയ ചരിത്രമെഴുത്തുകാരുമായി അദ്ദേഹം നിരന്തര സമ്പർക്കത്തിലാണ്. എന്നാൽ ജയരാജൻ്റെ ഈ പ്രവർത്തനങ്ങളെ അദ്ദേഹത്തിൻ്റെ പാർട്ടി എത്രത്തോളം തിരിച്ചറിഞ്ഞിട്ടുണ്ട്? ജയരാജൻ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ബുദ്ധിജീവികൾ എത്രത്തോളം അംഗീകരിക്കുന്നുണ്ട്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലളിതമാണ്. പാർട്ടിയോ പാർട്ടി ബുദ്ധിജീവികളോ ഇതുവരെ അംഗീകരിച്ചിട്ടില്ലാത്ത വാദങ്ങളാണ് ജയരാജൻ മുമ്പോട്ട് വയ്ക്കുന്നത്. യഥാർത്ഥത്തിൽ പാർട്ടിക്കുള്ളിലെ ബ്രാഹ്മണ്യത്തെയാണ് ജയരാജൻ ചോദ്യം ചെയ്യാൻ ഒരുമ്പെടുന്നത്. ബ്രാഹ്മണരോ അമ്പലവാസികളോ ആയ നിലവിലെ പാർട്ടി ബുദ്ധിജീവികൾ ഈ വാദങ്ങളെ കടുത്ത ശത്രുതാ മനോഭാവത്തോടെയാണ് കാണുന്നത്. ഇത്തരം വാദങ്ങൾ ഉന്നയിച്ച അക്കാദമീഷ്യന്മാർക്കെതിരെ പാർട്ടി മെഷീനറിയെ ശക്തമായി ചലിപ്പിക്കാൻ വരെ പാർട്ടി ബുദ്ധിജീവികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ജയരാജൻ വാദിക്കാൻ പോകുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ച് ഇതുവരെ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളിൽ നിന്ന് ഏറെക്കുറെ വ്യക്തമാണ്. കേരളത്തിലെ കാവുകളിലും ക്ഷേത്രങ്ങളിലുമെല്ലാം ശക്തമായ ബ്രാഹ്മണേതര പാരമ്പര്യത്തെ കാണാവുന്നതാണ്. ഇതേക്കുറിച്ചുള്ള സുപ്രധാനമായ ചില പഠനങ്ങൾ പുതിയ ചരിത്രമെഴുത്തുകാർ നടത്തിയിട്ടുണ്ട്. ദേശീയ തലത്തിൽ വളർന്നു വന്നിട്ടുള്ള തീവ്ര വലത് രാഷ്ട്രീയത്തെ എതിരിടാൻ നിലവിലെ ചരിത്ര രചനാ പരിപാടിക്ക് ശേഷിയില്ല എന്നതാണ് പുതിയ ചരിത്ര പണ്ഡിതരുടെ വാദം. അതിന് കാരണമായി അവർ പറയുന്നത് പരമ്പരാഗത ചരിത്രമെഴുത്തുകാർ പരശുരാമ ഐതിഹ്യമായ കേരളോൽപ്പത്തിയെ തെളിവ് സാമഗ്രിയായി സ്വീകരിച്ച് ചരിത്രമെഴുതി എന്നതാണ്. ഈ പുതിയ വാദങ്ങളെ അടിസ്ഥാനമാക്കിയാണ് P ജയരാജൻ തൻ്റെ വാദങ്ങളെ രൂപപ്പെടുത്തുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെയാണ് പ്രശ്നവും കിടക്കുന്നത്. കേരളത്തിൽ ഭക്തിയുടെ ലോകത്ത് ബ്രാഹ്മണേതരമായ ഒരു പാരമ്പര്യം ശക്തമായി നിലനിൽക്കുന്നതായി പാർട്ടി അംഗീകരിക്കുന്നില്ല. അഥവാ പാർട്ടി ബുദ്ധിജീവികൾ ആ വാദത്തെ ശക്തമായി തള്ളുകയാണ് ചെയ്യുന്നത്. ശബരിമല വിവാദ കാലത്ത് തന്നെ ഈ നിലപാട് പാർട്ടി ബുദ്ധിജീവികളായ രാജൻ ഗുരുക്കൾ, കേശവൻ വെളുത്താട്ട് എന്നിവർ എടുക്കുകയും അതിനെ അടിസ്ഥാനപ്പെടുത്തി പാർട്ടി നിലപാടുകൾ രൂപപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും സ്റ്റേറ്റിൻ്റെ രൂപീകരണത്തെ സംബന്ധിച്ച് കേരളോൽപ്പത്തി കേന്ദ്രിതമായ സമീപനമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഉള്ളത്. അഥവാ പ്രാചീന മധ്യകാല സ്റ്റേറ്റിൻ്റെ രൂപീകരണം നടന്നത് ബ്രാഹ്മണരുടെ നേതൃത്വത്തിലാണ് എന്നും അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ സ്റ്റേറ്റ് എന്നും CPM അംഗീകരിക്കുന്നു എന്ന് ചുരുക്കം. ഈ വാദത്തെ എതിർക്കാനുള്ള ശ്രമങ്ങളെ പാർട്ടിയെയും സർക്കാരിൻ്റെ അധികാരങ്ങളെയും ഉപയോഗപ്പെടുത്തി അതിശക്തമായി ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന
പാർട്ടി ബുദ്ധിജീവികളെയും സമീപകാലത്ത് നാം കണ്ടു. ഇക്കാരണങ്ങളാൽ പി ജയരാജൻ്റെ പുസ്തകം പാർട്ടിയുടെ പൊതു ലൈനിന് വിരുദ്ധമായിരിക്കും എന്നതിൽ സംശയം വേണ്ട. നിലവിലെ പാർട്ടി സംവിധാനത്തിന് ഇത്തരം ഭാരിച്ച ചർച്ചകളെ ഉൾക്കൊള്ളാൻ എത്രത്തോളം സാധിക്കുമെന്നത് കണ്ടറിയേണ്ടതുണ്ട്. 2 സാധ്യതകളാണ് നിലവിലുള്ളത്. ഒന്ന്, ജയരാജൻ്റെ പുതിയ പുസ്തകം പാർട്ടിക്കകത്ത് ഒരു സൈദ്ധാന്തിക ചർച്ചയ്ക്ക് തിരികൊളുത്തും. 2, നിർജീവമായ പാർട്ടിയുടെ സൈദ്ധാന്തിക ലോകം ഇതിനെയും നിശബ്ദമായി കടന്നുപോകാൻ അനുവദിക്കും.